സജി മമ്മൂട്ടിയുടെ വേഷം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കാൻ തോന്നുന്നില്ലല്ലേ? മമ്മൂട്ടിയുടെ ഫിഗറിന് വേണ്ടി വലത് സൈഡിൽ പല്ലെടുത്ത് സജി ഒന്ന് കാണിച്ച് എടുത്തിട്ട് തിരിച്ചു വന്ന് മമ്മൂട്ടിയുടെ സിനിമ എടുത്ത് നോക്കിയപ്പോ ഇടത് സൈഡില് അപ്പൊ രണ്ട് സൈഡിലേ എടുക്കേണ്ട വന്നു. രണ്ട് സൈഡിലേയും പല്ല് പോയല്ലേ? സജി പല്ല് പോയിരുന്നോ? ഇല്ല സാറേ, ചുമ്മാ ഇത് തമാശക്ക് വേണ്ടി പറഞ്ഞ അന്നല്ലേ? അല്ലെ പല്ലെടുത്ത ഒരു പല്ല് കാണുന്നില്ലല്ലോ. പല്ല് കേടുവന്ന് പോയതാ. അത് രണ്ട് സൈഡിലും എങ്ങനെ കേടായി എനിക്കറിയത്തില്ല സാർ. എല്ലാം നിയോഗം, എല്ലാവരും നിമിത്തം പോലെ. ഇത് മമ്മൂക്ക അറിഞ്ഞിട്ടുണ്ടോ ഈ ത്യാഗം? അത് ഒരു ദിവസം ഒരു ദിവസം പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ ഒരു ചെറിയൊരു വേഷം മമ്മൂക്കയുടെ ഒരു പഴയ കാലത്തിന്റെ സീക്വൻസിൽ അഭിനയിച്ചപ്പോൾ അതിനുശേഷം പ്രാഞ്ചിയേട്ടൻ ആ സിനിമ കഴിഞ്ഞിട്ട് ബെസ്റ്റ് ആക്ടറിന്റെ ലൊക്കേഷനിൽ ടിനിച്ചേട്ടന്റെ കെയർ ഓഫിൽ ഞാൻ അവിടെ ചെന്നു. അപ്പൊ ടിനിച്ചേട്ടൻ പറഞ്ഞു, ഇക്കയെ അനുകരിക്കുന്നതിന് വേണ്ടി സജി കൃഷ്ണ പല്ലെടുത്തു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ മമ്മൂക്ക എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് രണ്ട് സൈഡിലേയും പല്ലില്ലല്ലോ, എനിക്ക് ഒന്നല്ലേ ഉള്ളൂ ഇല്ലാത്തതെന്ന്. സാർ, ഞാനും ഇവനും ഒരു സമ്മതിയിലായിരുന്നു. യവൻ പറഞ്ഞിട്ട് എനിക്ക് മമ്മൂട്ടിയുടെ പേര് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ പല്ലടിപ്പിച്ചത്. അതൊരു ഭയങ്കര ദ്രോഹമായിപ്പോയി. കാരണം ഒരുവിധമുള്ളവരാരും താങ്കളുടെ മുഖത്ത് നോക്കി എന്ന് പറയില്ല. അതെന്താ സജി അങ്ങനെ പറഞ്ഞത്? സൂര്യയുടെ ഫിഗർ അല്ല, ഇതിപ്പോ എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനൊരു തമാശക്ക് പറഞ്ഞത് അതുപോലെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ കഞ്ഞി കുടിച്ചു പോവോ? കഞ്ഞി കുടിച്ചു പോകുന്നു, കുഴപ്പമില്ല. ചിക്കനോ? ചിക്കൻ കഴിക്കത്തില്ല. ഞാൻ കുറച്ച് ഡയറ്റിങ്ങിലൊക്കെയാണ്, യോഗയൊക്കെ ചെയ്യുന്നത്. 2.5 വർഷമായി സാർ. 2.5 വർഷമായിട്ട് യോഗയൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനത്തെ പ്രോബ്ലം ഒന്നും, അതൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ടാണ്. ഈ യോഗ ചെയ്യുന്നത് എന്തിനാ അറിയാമോ? 8 വർഷമായി മമ്മൂക്കയുടെ ഫിഗർ ചെയ്യുന്നത്. മമ്മൂക്ക ഇപ്പോഴും അതുപോലെ ഇരിക്കുവാ. ഇവന് വയസ്സായി. യോഗ ഒപ്പം എത്തുവാ. ശബ്ദം അനുകരിക്കും. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ 1-2 ശബ്ദം ഞാൻ അനുകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നമ്മളെ 20-ാം നൂറ്റാണ്ടെന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ആ ശബ്ദം, പഴയകാല ശബ്ദം. എന്തുണ്ടായിരുന്നു സ്വന്തം എന്ന് പറയാൻ? 5 സെന്റ് സ്ഥലവും ഒരു ഓലപ്പരയല്ലാതെ ഇഞ്ചക്കാട്ട LP സ്കൂളിലെ കേവലം ഒരു വാദ്യാർക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയപ്പോ ഇതൊക്കെ സഹിക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പത്രം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശബ്ദ വ്യത്യാസം, മക്കളെ നെഞ്ചോടടക്കി പിടിച്ചും മന്ത്രി പുങ്കവന്മാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർ ഏമാന്മാരടക്കമുള്ള തുക്കിടി സാഹിബിന്റെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കേഴുന്ന നിരാലംബരായ അമ്മമാരുടെ കണ്ണീരിന്റെ കഥയാവണം വാർത്ത. സോ മിസ്റ്റർ കുരുത്തടം, ഔതക്കുട്ടിച്ചാന്റെ നേർ പെങ്ങട കഴുത്തിൽ അബദ്ധത്തിൽ മിന്നുകെട്ടിപ്പോയെന്നുള്ളതും വലിയ വലിയ ഏമാന്മാരടക്കമുള്ളവരുടെ അങ്ങുവരെ കയറി ചെന്ന് കാശ് സമ്പാദിക്കൽ മാത്രം ആവരുത് ജീവിതം. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ആ കഥാപാത്രത്തിന്റെ ഡയലോഗാണ്. പിന്നെ ഈ ലൈവില് സുരേഷ് ഗോപി സംസാരിക്കുമ്പോ ഈ ശ്രീകണ്ഠൻ നായർ ഷോ കണ്ടതിന് ശേഷം എനിക്കൊരു ആഗ്രഹമുണ്ട്. സാറിനെ കാണുമ്പോൾ അത് നേരിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. സുരേഷ് ഗോപി ഷോ എന്ന് പറഞ്ഞൊരു ഷോ ഏതെങ്കിലും ഒരു ചാനലിൽ തുടങ്ങണമെന്ന്. അതിൽ ഞാൻ പാട്ടായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. ഞാൻ നല്ലപോലെ പാടും. സാറിനും ഈ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ ഒരെണ്ണം കീച്ചട്ടെ? ഓണപ്പുല്ലേ സോറി പൂവേ, ഓണപ്പൂവേ സോറി പുല്ലേ. എല്ലാവർക്കും എന്റെ ദീപാവലി ആശംസകൾ. താങ്ക് യു സാർ.